ആദ്യത്തെ പ്രാർത്ഥന മീറ്റിംഗാണ്. ഇതിൽ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്നും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അത് ഇപ്രകാരമാണ്: എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുന്നത് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അന്ന് പത്രോസ് അപ്രകാരം പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റും, അത് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവസാനം സമീപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അധികം നാളുകൾ നമ്മുടെ മുൻപാകെയില്ല. അത് ഏത് നിമിഷവും ആ അവസാന സമയത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും നാം ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് വിശ്വാസികൾക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ആഹ്വാനം. അതായത് പ്രാർത്ഥന ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ പ്രാർത്ഥിച്ചു, അനേക വിഷയങ്ങളും പ്രാർത്ഥിച്ചു. നമ്മുടെ ആത്മീയവും ഭൗമികവുമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. ദൈവം തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി തരികയും ഒക്കെ ചെയ്തൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കണം. സുബോധം എന്ന് പറഞ്ഞാൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബോധമില്ലാത്ത രീതിയിലല്ല. എന്ന് പറഞ്ഞാൽ സുബോധം എന്ന് പറയുമ്പോൾ നാം ഒരു വസ്തുതയെ പ്രാർത്ഥനയ്ക്കായിട്ട് വെക്കുമ്പോൾ അതിൽ ദൈവഹിതം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിൽ വെക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മൾ എന്തെങ്കിലും ആവശ്യത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥന അവിടെ നിന്നു പോവുകയാണ്. നമ്മളൊരു രോഗിയാണ്, രോഗത്താൽ നാം ഭാരപ്പെടുമ്പോൾ നാം ആ രോഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് നമുക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ തന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ പ്രാർത്ഥന അവിടെ നിന്നു പോവുകയാണ്. ആവശ്യങ്ങളുടെ ബന്ധത്തിൽ നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ആവശ്യങ്ങളുടെ മുഖത്ത് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതിനൊക്കെയും ആ പ്രാർത്ഥനയൊക്കെ നിന്നു പോകുന്നൊരു സമയമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നീ പ്രാർത്ഥന മുറിയിലേക്ക് കയറി പോകുമ്പോൾ ഒരു ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 2026 പ്രവേശിച്ച് ആദ്യത്തെ ഈ പ്രാർത്ഥന മീറ്റിങ്ങിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഭൗമികവും ശാരീരികവും മറ്റുള്ളതായിരിക്കും എല്ലാ വിഷയങ്ങളും ഓർത്ത് നാം പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം, ദൈവം എന്താണ് നമ്മിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ആഗ്രഹമുണ്ട്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹമുണ്ട്. ഈ വിഷയങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് നാം എല്ലാ വിശ്വാസികളോടും പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവം നമ്മളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ചില വസ്തുതകളുണ്ടല്ലോ, അത് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അതേ പ്രിയരെ, ഈ 2026 ആരംഭ ചൊവ്വാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോയിക്കൂടെ? നമുക്ക് ദൈവഹിതം, ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ അതിൽ ദൈവഹിതം എത്രമാത്രം ഉണ്ട്, നമ്മുടെ ദൈവഹിതത്തിനനുസരിച്ച് നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഒരു മാതൃകയായിട്ട് എടുക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ട് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനപ്പെടും. പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണം എന്നുള്ളത്. അതിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ സന്ദേശം, ഒരു ആത്മീയ സത്യം നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒരു ആത്മീയ സന്ദേശം നമുക്കായിട്ടുണ്ട്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പോയി. ആ സമയത്ത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ട്, അതായത് ആ ലീഡറായിരിക്കുന്ന, അന്നത്തെ ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർക്ക് വാസ്തവത്തിൽ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം, ഇതുപോലുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് കർത്താവേ, യേശുവേ, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിപ്പിക്കുക, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രിയരെ, ഒരു സന്ദേശം നമുക്കുള്ളത്, നമ്മുടെ സഭയിൽ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർ, അല്ലെങ്കിൽ സഹോദരന്മാരായിട്ട് എൽഡേഴ്സ് ആയിരിക്കുന്നവർ, പ്രായാധിക്യത്തിലായിരിക്കുന്നവർ, ഇവരൊക്കെയും ആത്മീയമായിട്ട് പക്വതയുള്ളവരാണ്. എന്നാൽ നമ്മുടെ, അതായത് കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ കഴിവും, മെസ്സേജ് കൊടുക്കുവാനും പാട്ടുപാടും എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് അനേകർ പറയണം, എനിക്കും പ്രാർത്ഥിക്കണം, എനിക്കും ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഇവരൊരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു വാസ്തവത്തിൽ. യേശു ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ട് അവർക്ക് മനസ്സിലായി, വാസ്തവത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന പോലെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചിന്തിച്ച് നോക്കാം. പക്ഷേ ആ ശിഷ്യന്മാർ അവരും കഴിവുള്ളവരായിരുന്നു. 3 വർഷത്തോളം കർത്താവ് യേശു ക്രിസ്തുവിനൂടെ നടന്നതാണ്. പ്രാർത്ഥിപ്പാനൊക്കെ അവർക്ക് നല്ലോണം അറിയാവുന്നവരാണ്. പിന്നെ എന്തിനാണ് അവർ പറഞ്ഞത്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണേന്ന്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ജൽപ്പനങ്ങളായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന ഇരിക്കുന്നത്. ചില റിപ്പീറ്റേഷൻ, ഒരു പ്രാർത്ഥന തന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ജൽപ്പനം, ഒരു റിപ്പീറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സമയത്ത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശിഷ്യന്മാരെ പോലെ നമുക്കും പറയാൻ പറ്റും, കർത്താവേ, ഞങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന്. ഇതിനകത്ത് ഭാഷാ ശൈലിയോ ഗ്രാമറിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലല്ലോ. നമ്മുടെ പിതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്ലേറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാസമൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ, ഗ്രാമർ നോക്കാറില്ലല്ലോ, ഭാഷാശൈലി നോക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങളുമായി കടന്നു വരുമ്പോൾ അതിൻ്റെ ആ ഭാഷാശൈലിയോ അതിൻ്റെ പ്രൗഢഗംഭീരമായിരിക്കുന്ന ഭാഷകളൊന്നും നാം ഉപയോഗിച്ച് ആ രീതിയിൽ ആരെയും ആകർഷിക്കേണ്ട ആവശ്യമില്ല, ആകർഷിക്കപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവ് സന്നിധിയിൽ, കർത്താവേ, എന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഈ ചൊവ്വാഴ്ച ഈ സന്ധ്യാവേളയിൽ നമുക്കിപ്രകാരം ഈ 2026 ആദ്യത്തെ ചൊവ്വാഴ്ചയിലേക്ക് പ്രവേശിക്കും. നമുക്ക് കർത്താവേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാർക്ക് അത് ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ അധികം. കർത്താവ് യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിൽ പ്രിയരെ, നമുക്ക് എത്രയോ അധികം. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാൾ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് ചെലവഴിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്നോ, കർത്താവേ, ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതൊന്ന് പഠിപ്പിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്. മരിച്ചത് ഉയർപ്പിക്കുന്ന കർത്താവേ അവിടുന്ന് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾക്കൊന്ന് ആ രീതി എങ്ങനെയാണ്, അതിൻ്റെ ട്രിക്കൊന്ന് പഠിപ്പിച്ച് തരാമോ? ഇതൊന്നുമല്ല ചോദിച്ചത്. യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, അതിന് ചില വിശേഷതകളുണ്ട്. ആ വിശേഷതയിൽ കൂടി തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. അതിനൊരു തുടക്കം കുറിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 11-ാം അധ്യായത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവർക്കത് കാണുവാനിടയായി തീർന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ജനിക്കുവാൻ തക്കണം കാരണമായി തീരുന്നത്. അതേ പ്രിയരെ, നമുക്കൊരു സന്ദേശമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരണം. വാസ്തവത്തിൽ അവരൊക്കെയും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു അലസ മനോഭാവത്തോടു കൂടി ആയിരിക്കാം ഇരുന്ന് കേൾക്കുന്നതും ആമീൻ പറയുന്നതും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ആ പ്രാർത്ഥനയുടെ ശൈലിക്ക് അത് മാറ്റം വരുത്തിക്കൊണ്ട് ഈ ശിഷ്യന്മാർ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞതായിരിക്കുന്ന ആഗ്രഹം കർത്താവായ യേശുക്രിസ്തു സന്നിധിയിൽ നാം
നാം വെക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചലിപ്പിക്കുന്ന പ്രാർത്ഥനയായി തീരും. അത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതായിരിക്കണം. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് അനുഗ്രഹത്തിൻ്റെ മാരിയെ നമ്മുടെ ഭാഗത്തേക്ക് അയക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ മാറ്റുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ഒരു തീരുമാനം എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെട്ടു വന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് അവർ അനുഗ്രഹം പ്രാപിക്കണം. ഇത് നമ്മുടെ ഒരു ലക്ഷ്യമായിക്കോട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി ഒരു വേദഭാഗം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് യേശുക്രിസ്തുവാണ് നമുക്ക് മാതൃകയായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് മാതൃകയായി. ഈ 2026 വർഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മാതൃകാ പുരുഷനായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു എപ്രകാരമാണ് പ്രാർത്ഥിച്ചത് അതിന് അല്പം പോലും മായം കൂട്ടാതെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ വിവേകമോ നമ്മുടെ പാരമ്പര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ ഒന്നും കലക്കി മറിക്കാതെ കർത്താവായ യേശുക്രിസ്തു എപ്രകാരമാണ് പ്രാർത്ഥിച്ചത് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പഠനത്തെ നാം അംഗീകരിച്ചുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നോക്കുക, അതികാലത്ത് ഇരുട്ടോടെ. എന്തിനാണ് അതികാലത്ത് ഇരുട്ടോടെ എന്ന് പറയുവാനുള്ള കാരണം എന്തുവാ? അതികാലത്ത് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല, വളരെ ഇരുട്ടുള്ള സമയമാണ്. അധികാലം എന്ന് പറഞ്ഞാൽ 7 മണിയോ 8 മണിയോ എന്ന് പറയാൻ പറ്റും അധികാലം എന്ന് പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇരുട്ടുള്ളതെന്നും അതോടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പിന്നെ ഒരു തർക്കത്തിന് വകയില്ല. ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജല സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ഇവിടെയും നമുക്ക് ആ ഗുരുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് കാണുവാൻ കഴിയും. താൻ ഏകനായിട്ടാണ് കടന്നു പോകുന്നത്. താൻ ഏകനായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. അതിന് ശേഷം എന്താണ് പറയുന്നത്? അതിൻ്റെ 36-ാം വാക്യത്തിൽ, ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. പ്രിയരെ, ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു സന്ദേശം നമുക്കുണ്ട്, ഒരു ആത്മീയ സത്യം ഇതിൽ ഉൾക്കൊണ്ടുണ്ട്. മറ്റുള്ള നമ്മുടെ സഹവിശ്വാസികൾ നമ്മുടെ പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കണ്ടുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തു ആ ഇരുട്ടോടെ ആ നിർജ്ജന സ്ഥലത്ത് പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇവരാരും പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയില്ല. ഇവരാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഗമിക്കുകയില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ആൾക്കാർ കുറയുന്നതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിക്ക് ആൾക്കാർ കുറയുന്നതിന് കാരണം എന്താണ്? ഇന്ന് അനേകർക്കും അത് വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രിയരെ, നാം നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മാതൃക നാം പിന്തുടർന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന വില കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥന ചെയ്യുന്നുവെങ്കിൽ, ശിമോനും കൂടെയുള്ള അനേകർ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർ പിന്നാലെ കടന്നു വരും. യഥാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ശേഷം നാം കാണുന്നത് അതിൻ്റെ 38-39 വാക്യത്തിൽ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക. നോക്കുക, കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ചിലർ കടന്നു വന്നു, അവരും തന്നെ അനുഗമിച്ചു. അത് പിന്നീട് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ വ്യക്തിപരമായിട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ചില പ്രിയപ്പെട്ടവർ എൻ്റെ പിന്നാലെ വന്നു, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത ഊരുകളിൽ പോയി എനിക്ക് പ്രസംഗിക്കണം. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വെറും പ്രാർത്ഥന മാത്രമല്ല, വെറും ബൈബിൾ സ്റ്റഡി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഊരുകളിൽ കടന്നു പോകണം. അടുത്ത ഊരുകളിൽ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർജ്ജന പ്രദേശത്ത് അല്പസമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നമ്മോടൊപ്പം വരും.
അപ്പോൾ കൂട്ടുസഹകരണങ്ങൾ നമ്മളോടൊപ്പം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ പറയാൻ കഴിയും, എന്ത് ഇനി നമുക്ക് ഇങ്ങനെ മുൻപോട്ട് പോവുകയല്ല, ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മാതൃക നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. താൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഊരുകളിലേക്ക് കടന്നു പോകണം. അതിന് പറയുന്ന കൂട്ടപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തു രാത്രി ഉറങ്ങിക്കാണത്തില്ലേ? കർത്താവ് യേശു ക്രിസ്തു രാത്രിയിൽ നേരത്തെ ഉറങ്ങിക്കാണും. അതുകൊണ്ടാണ് ഈ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റത്? നമ്മുടെ യുവാക്കന്മാർ, കുഞ്ഞുങ്ങളൊക്കെ ആ രീതിയിൽ ഒരു ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് യേശു ക്രിസ്തു ഇവരുടെ 1-2 ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എപ്പോഴേ? രാത്രിയിലത്തെ കാര്യമാണ്. രാത്രി താൻ ഉറങ്ങിയിട്ടില്ല. പട്ടണമൊക്കെയും വാതിലുകൾ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല ആദികാലത്ത്. അപ്പോൾ രാത്രിയിൽ കർത്താവ് യേശു ക്രിസ്തു പലരെയും സൗഖ്യപ്പെടുത്തുവാൻ, പല ഊരുകളിൽ കടന്നു പോകുവാൻ, പലരെയും കാണുവാൻ ഒക്കെയും താൻ സമയം ചെലവഴിച്ചു. അഥവാ ഉറങ്ങിയാൽ തന്നെ 1-2 മണിക്കൂർ കൂടുതൽ ഇറങ്ങിയിട്ടില്ല. ആ വസ്തുത നാം മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. വെറും 1-2 വേദഭാഗങ്ങൾ മാത്രം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, അനേക ഭാഗങ്ങളുണ്ട്. 1-2 വേദഭാഗങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതൊരു സ്വഭാവമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ. ഈ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ തക്കുന്ന കാരണം എന്താ? അത് നമുക്കും അത് ആപ്ലിക്കബിളാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഇതിനെ നാം അനുകരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എൻ്റെ 12-ാം വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അപ്പോൾ ഒരു രാത്രി മുഴുവനും താൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ കഴിച്ചു വന്നു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാൾ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ആ കർത്താവായ യേശു ക്രിസ്തു മിനിറ്റുകളല്ല, മണിക്കൂറുകളല്ല, രാത്രി മുഴുവനും, അതും തൻ്റെ ഭവനത്തിലല്ല, താൻ നിർജ്ജന പ്രദേശത്ത്, അതായത് പറഞ്ഞാൽ വനാന്തരത്തിലേക്ക് കടന്നുപോയി അവിടെ ഏകനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ഭാഗം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ 23-ാം വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു കാര്യം പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. 2026 ആദ്യ ചൊവ്വാഴ്ചത്തേക്ക് നാം എത്തിയിരിക്കുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തു നമ്മൾ തുറന്നുള്ളായിരിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാൻ നല്ലവണ്ണം അറിയാമെന്നുള്ള ആ ഒരു ചിന്ത വിട്ടിട്ട്, കർത്താവെ എനിക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം, കർത്താവെ എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ കൂടി അനേകർ ശബാഷ് പറയുക എന്നുള്ളതല്ല, എൻ്റെ പ്രാർത്ഥനയിൽ കൂടി അനേകർ അനുഗ്രഹം പ്രാപിക്കണം, ആത്മീയമായിരിക്കുന്ന ഒരു ഉണർവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് എപ്രകാരമാണ്, ഏത് രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഞാൻ കഴിക്കേണ്ടത്? കർത്താവെ, ആ പ്രാർത്ഥന എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകാം. ഈ 2026 അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രാർത്ഥനയ്ക്ക്